മദ്ഹ് പറയൽ, പ്രശംസിക്കൽ, അവിടത്തെ പ്രകീർത്തിക്കൽ, അത് തികച്ചും അങ്ങയോടുള്ള ഹുബ്ബിൻ്റെ അടയാളമാണ് എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? ഒരു വ്യക്തി ഒരാളെ പ്രിയം വെച്ചാൽ അവരുടെ കൂടെ ആയിരിക്കുമല്ലോ. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും ഇയാൾ. അത് സ്വർഗത്തിന് മാത്രമല്ല. അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന് പറഞ്ഞത് സ്വർഗത്തിലേക്ക് മാത്രം ബാധകമല്ല. ഇവിടെയും എവിടെയും അൽ മർഉ മനുഷ്യൻ മഅ മൻ അഹബ്ബ, അവരെ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചാൽ അവിടുത്തെ കൂടെയാണ്. അവിടുത്തെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടെ നടക്കൽ എന്നല്ല. അവിടുത്തെ മദ്ഹ് പറയൽ, അവിടുത്തെ പ്രശംസിക്കൽ, അവിടുത്തെ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യൽ. ഇതും ഒരു തെറ്റിദ്ധാരണ ചിലരിവിടെ പറഞ്ഞു പരത്താറുണ്ട്. മുഹമ്മദ് നബിയോടുള്ള പ്രിയം എന്ന് പറഞ്ഞാൽ അനുകരണമാണ്, പറഞ്ഞതൊക്കെ സ്വീകരിക്കലാണ്. ഒരിക്കലും അത് ശരിയല്ല. ഒരാൾ കൽപ്പിക്കുന്നത് മുഴുവനും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് നിഫാഖിന്റെ വിധത്തിലും ചെയ്യും, ചിലപ്പോൾ നിർബന്ധിതാവസ്ഥയിലും ചെയ്യും. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി അവനോട് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും ഓടാൻ പറയുമ്പോൾ ഓടുകയും ചെയ്താൽ ഇത് പോലീസുകാരനോടുള്ള മഹബത്തിന്റെ പേരിൽ അല്ല, അടികൊള്ളുമോ എന്ന പേടി കൊണ്ട് നിർബന്ധിതനായി ചെയ്യുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഈ പോലീസുകാരനോട് വെറുപ്പായിരിക്കും. അതുകൊണ്ട് ഒരാൾ പറയുന്നതൊക്കെ സ്വീകരിച്ചു, അതിവിടെ നടപ്പിൽ വരുത്തി എന്നതുകൊണ്ട് ആ ആളോട് പ്രിയം ഉണ്ട് എന്ന് പറയാനൊക്കില്ല. അത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുമുണ്ട്. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കണ്ടോ, വിജയിച്ച ആളുകൾ അവർക്ക് ആദ്യം വേണ്ടത് എന്താണ്? വല്ലദീന ആമനൂ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ. ഒന്നാമത്തെ കാര്യം വിശ്വാസം. രണ്ടാമത്തത് വഅസ്സറൂഹു ഐ അള്ളമൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചു, ആദരിച്ചു, അവിടത്തെ പ്രകീർത്തിച്ചു. അങ്ങനെ ഉള്ളവർ. വനസറൂഹു, മൂന്നാമതായി അവിടുത്തെ ദീനിനെ സഹായിക്കുക. അവിടത്തെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഹയാത്ത് കാലത്ത് അവിടത്തെ സഹായിക്കൽ, ഹയാത്തിന് ശേഷം അവിടുത്തെ ദീനിനെ സഹായിക്കൽ. വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അവിടുന്ന് കൊണ്ടുവന്ന മാർഗത്തോട് അനുഗമിച്ചവർ. ഇത് നാലാമത്തതാ. ഈ അനുഗമിക്കൽ നാലാമത്തതാണ്. ഒന്ന് ഈമാൻ, രണ്ട് തഅ്ളീം, മൂന്നാമത്തത് നുസ്റത്ത്, നാലാമത്തത് ഇത്തിബാഅ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് ചെയ്യൽ മാത്രമാണ് നബിയുടെ പ്രിയം എന്ന് പറയുന്നതും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മാത്രം എന്ന് നാം സമ്മതിക്കുകയില്ല. അതും അനുഗമിക്കലും നബി തങ്ങളോടുള്ള പ്രിയത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് നബി തങ്ങളോട് അനുഗമിക്കേണ്ടതില്ലെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ സ്വീകരിക്കേണ്ടതില്ലെന്നോ അർത്ഥമില്ല. ഇബാദത്ത് ചെയ്യേണ്ടതില്ലെന്ന് അർത്ഥമില്ല. അത് ചില തെറ്റായ വാദമുള്ള ആളുകൾ നിങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളുകളാണ്, ഞങ്ങൾ ഉന്നത സ്ഥാനത്തെത്തിയവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കാരം വേണ്ട, ഞങ്ങൾക്ക് ഇബാദത്ത് വേണ്ട എന്ന് പറയുന്ന ചിലർ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. അത് തികച്ചും തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കൽപ്പന സ്വീകരിക്കണം. അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്ത് ഇവിടെ നിലനിർത്തണം. ഇബാദത്തുകൾ ചെയ്യണം, അനുധാവനം ചെയ്യണം.
ഞങ്ങൾ അത് വേണ്ടാന്ന് പറയുന്നില്ല. മറിച്ച് നബി തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകരിച്ചുകൊണ്ട് അനുധാവനം ചെയ്യൽ മാത്രമാണ് ഹുബ്ബ്, പ്രിയം എന്ന് പറയുന്നത് തെറ്റാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തഅലീം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരിക, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വരിക. എല്ലാ നിലക്കും അവിടത്തോടുള്ള തഅലീം, ആ തഅലീമ് കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് വിജയികളാകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നുവല്ലോ.